നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്ന് കിണറ്റിൽ ചാടിയ യുവതി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ രക്ഷിക്കാൻ ശ്രമിച്ച 2 പേർ ഉൾപ്പെടെ, അതായത് 3 പേർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതും ആ കുരുന്നുകളുടെ മക്കളായ 3 കുരുന്നുകളുടെ കൺമുന്നിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്താനെത്തിയ ആളടക്കമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമല്ലേ? ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും വിഷമകരമായി, മരണം എപ്പോഴും വിഷമകരം തന്നെയാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പദത്തിലിരിക്കവെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ അദ്ദേഹം എത്തി, ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. സംഭവം കൊട്ടാരക്കരയിലെ അർച്ചന എന്ന് പറയുന്ന 33-കാരി, 3 കുട്ടികളുണ്ട്. അപ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടിൽ താമസിച്ച് വരവേ 2 മാസമായിട്ടായിരുന്നു ശിവകൃഷ്ണൻ എന്ന് പറയുന്ന 24-കാരൻ ഇവർക്കൊപ്പം താമസിക്കുന്നുണ്ട് 2 മാസമായിട്ട്. അപ്പോൾ ശിവകൃഷ്ണൻ മദ്യപിച്ച് എപ്പോഴും ബഹളം ഉണ്ടാക്കും. വീട്ടിൽ നേരത്തെയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും രാത്രിയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് ശിവകൃഷ്ണൻ മദ്യപിച്ചെത്തുന്നു, ഒരുപാട് വഴക്ക് കൂടുന്നു, അർച്ചനയുമായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നു, അർച്ചനയെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ഒരു സഖി കെടുമ്പോൾ തീർച്ചയായിട്ടും സഖി കെട്ട് പോകുമായിരിക്കും, മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന് ബഹളം വെക്കുന്നതിൽ. അപ്പോൾ സഖി കെട്ടിട്ടുണ്ടാകാം. അപ്പോൾ സഖി കെട്ട അർച്ചന ഉടനെ തന്നെ നേരെ കിണറ്റിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ കിണറ്റിൽ ചാടിയപ്പോൾ സ്വാഭാവികമായിട്ടും ശിവകൃഷ്ണൻ ഭയപ്പെടുന്നു. അയാൾ ഉടനെ തന്നെ അർച്ചനയെ രക്ഷിക്കണമല്ലോ. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. കൊട്ടാരക്കര ഫയർഫോഴ്സ് എത്തി ഒരു ഇടുക്ക് വഴിയാണ് ഇവിടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് കാണുന്നത് ഈ വഴിയരികിൽ നിന്ന് 2 കുട്ടികൾ കരയാണ്. അതായത് ഈ അർച്ചനയുടെ 2 മക്കൾ കരയാണ്. അമ്മ കിണറ്റിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ ആശ്വസിപ്പിച്ച് ആ അർച്ചനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥൻ സോണി അദ്ദേഹം ആ കിണറ്റിലിറങ്ങി ആ അർച്ചനയെ രക്ഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. അത്തരത്തിൽ പ്രവർത്തനം നടത്തി കിണറ്റിലിറങ്ങിയ ശേഷം അർച്ചനയെ രക്ഷിച്ചു. അർച്ചനയുമായിട്ട് മുകളിലേക്ക് വരികയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, റോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയായിരുന്നു. മുകളിലേക്ക് വരുന്നതിനിടയിലാണ് അവിടെ 2-3 ദിവസമായിട്ട് മഴയുടെ സാഹചര്യമാണല്ലോ. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ കിണറിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ കിണറൊക്കെ നനഞ്ഞ് ആ കൈവരിയൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ബലമില്ലാത്ത കൈവരിയായിരുന്നു. അപ്പോൾ ഈ 2 പേരുടെ ഭാരം താങ്ങാൻ വയ്യാതെ ആയിരിക്കാം കൈവരി ഇടിഞ്ഞ് പെട്ടെന്ന് താഴേക്ക് പോയി. അപ്പോൾ ശിവകൃഷ്ണൻ, ഈ സോണിയും അതുപോലെ തന്നെ അർച്ചനയും വീണ്ടും കിണറ്റിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശിവകൃഷ്ണൻ ഈ ഒരു കിണറിന്റെ അടുത്ത് നിന്ന് ടോർച്ച് അടിച്ചു കൊടുക്കുകയായിരുന്നു. രാവിലെ 12:15 സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ടോർച്ച് അടിക്കുകയായിരുന്നു. അപ്പോൾ ശിവകൃഷ്ണനും ആ സ്പോട്ടിൽ തന്നെ താഴേക്ക് പോയി. അങ്ങനെ 3 പേര് ആ കിണറ്റിൽ അവരുടെ ജീവിതം അവസാനിച്ചു. അപ്പോൾ സോണിയുടെ ഒരു മൃതദേഹം കണ്ടെത്തിയതെന്ന് വെച്ചാൽ അത് നമുക്ക് പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറൊക്കെ പുറത്തു വന്ന രീതിയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കല്ലും അതുപോലെ തന്നെ കിണറിന്റെ കൈവരിയും ഒക്കെ ശക്തിയുള്ള കല്ല്, ഇഷ്ടികയൊക്കെ വീണ് തല ചിതറിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു അപകടം ഉണ്ടായ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു മറ്റുള്ള രക്ഷാപ്രവർത്തകർ, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സോണിയെ തന്നെയാണ് ആദ്യം പുറത്തേക്ക് എടുത്തത്. അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ശിവകൃഷ്ണനെയും അതുപോലെ തന്നെ അർച്ചനയെയും കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. മരിച്ചു, രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 3 മരണമാണ് ഒരൊറ്റ സമയം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവം. നമുക്ക് കേൾക്കുമ്പോൾ ഒക്കെ എന്തോ വല്ലാത്തൊരവസ്ഥ തോന്നുന്ന ഒരു മരണമാണ്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. കാരണം 3 കുഞ്ഞുങ്ങളാണ്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ജീവന് വേണ്ടി പിടയുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹായം അഭ്യർത്ഥിച്ച് 2 കുരുന്നുകൾ ആ വഴിയരികിൽ നിൽക്കുന്നു. രക്ഷിക്കാനെത്തിയ രക്ഷാപ്രവർത്തകൻ ദാരുണമായി കൊല്ലപ്പെടുന്നു. അതുപോലെ മറ്റു 2 പേരും. കുഞ്ഞുങ്ങൾ ഇനി അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ആ കുഞ്ഞുങ്ങളെ ഇനി ആരായിരിക്കും സംരക്ഷിക്കുക? കാരണം ഇവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു. അതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ശിവകൃഷ്ണനെ പറ്റി അറിയില്ല എന്നാണ് പറയുന്നത്.
ഇപ്പോൾ വിവരങ്ങൾ അനുസരിച്ച് 2 മാസമായിട്ടാണ് ശിവകൃഷ്ണൻ ഇപ്പോൾ ഈ 33-കാരിക്കൊപ്പം താമസം തുടങ്ങിയിട്ട്. പക്ഷെ നാട്ടുകാർക്കൊന്നും ഇയാളെ പറ്റി വലിയ അറിവില്ല. ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വയസ്സ് എങ്ങനെയാണ്? അയാൾ 24-കാരനാണ്. അപ്പോൾ എവിടെ നിന്ന് വന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ കുട്ടികളാണ്. ഈ ശിവകൃഷ്ണൻ 2 മാസമായതേ ഉള്ളൂ ഇവർക്കിപ്പോൾ താമസം തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര ഉപദ്രവമാണ്, കള്ളുപിടിച്ച് ബഹളം ഉണ്ടാക്കും, അർച്ചനയെ വല്ലാതെ തല്ലും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ അർച്ചന തന്നെ ഫോണിൽ പകർത്തിയ അർച്ചനയുടെ ദൃശ്യങ്ങളുണ്ട്. അതായത് ഇയാൾ തല്ലിയ, ഇയാൾ ഉപദ്രവിച്ച ദൃശ്യങ്ങൾ. അത് അർച്ചന ആ മൂക്ക് കാണിക്കുന്നുണ്ട്, ഈ കവിളിൻ്റെ ഭാഗത്തുള്ള പാടുകളൊക്കെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ മാധ്യമങ്ങൾക്ക് നൽകിയത് അർച്ചനയുടെ മകളാണ്. മകൾ വന്ന് ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ അമ്മ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ മാധ്യമങ്ങൾക്ക് കാണിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും ഒരു ക്രൂരനായിരുന്നു ശിവകൃഷ്ണൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് 3 ജീവനുകൾ നഷ്ടപ്പെടാതെ ഒരു സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ രാത്രി ബഹളം ഉണ്ടാകുന്നു, ശിവകൃഷ്ണൻ മദ്യപിച്ച് മർദ്ദിക്കുന്നു, ബഹളം ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ഈ ഒരൊറ്റ സ്പോട്ടിൽ അർച്ചന ഒന്ന് പോലീസിനെ വിളിച്ചിരുന്നുവെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇയാൾ കള്ളുപിടിച്ച് ഉപദ്രവിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഒരു കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തടയാമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ പോലീസ് എത്തും, അയാളെ കൊണ്ടുപോകും, ബാക്കി നടപടികൾ പോലീസ് സ്വീകരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം അർച്ചന ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം തടയാമായിരുന്നു. അപ്പം ഇനിയെങ്കിലും ഓർക്കുക, വീട്ടിൽ കള്ളുടി, അത് ബഹളം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ വിളിക്കുക. പോലീസ് നിയമപാലകരുടെ അല്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ ഇത്തരത്തിൽ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നു ഒക്കെ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കണം എന്ന് മനസ്സിലാകത്തുണ്ടായിരിക്കാം. പക്ഷെ അത്തരത്തിൽ അങ്ങനെ വളരെ വിരളം ആൾക്കാർ മാത്രമേ അത്തരത്തിൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. അതർവൈസ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ ഇത്തരത്തിൽ ഞാനിപ്പോൾ എൻ്റെ ജീവൻ എടുക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അത് അവർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കും. ചിലപ്പോൾ ഇതും ഒരു പേടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനിടെ നടന്നതായിരിക്കാം. പക്ഷേ യാദൃശ്ചികവശാൽ അതൊരു മരണത്തിൽ കലാശിക്കുകയാണ്. അതായത് ആത്മഹത്യ ചെയ്യാൻ തന്നെ തുനിഞ്ഞിറങ്ങുന്നു, രക്ഷിക്കാൻ മറ്റൊരാൾ ഇറങ്ങുന്നു. എന്നാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാരനായ വ്യക്തി അടക്കം അവസാനം മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. 80 അടി താഴ്ചയുള്ള കിണറ്റിലേക്കാണ് അർച്ചന എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും രക്ഷാപ്രവർത്തനം അവിടെ ഒരു പകുതിയോളം എത്തി അവർ രണ്ടുപേരും. പക്ഷെ വിധി മറ്റൊന്ന് കാത്തു വെച്ചിരുന്നു എന്ന് വേണം പറയാൻ. വലിയ അല്ല, ഈ ഒരു ഇവർക്കിടയിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. ഏജ് ഡിഫറൻസ് ഉള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലെന്നോ ലിവിങ് ടുഗദർ പാടില്ലെന്നോ ഒന്നും നമ്മൾ അതൊന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ട് വെറും 2 മാസമായിട്ടാണ് ഇയാൾ ഈ ഒരു വീട്ടിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ തനിക്ക് ഈ പറയുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടാവാം ഇത്തരത്തിൽ ആ യുവതി ഇയാളെ ആ വീട്ടിൽ താമസിപ്പിച്ചത്. പക്ഷെ ഇയാൾ കാരണം അവർക്കുണ്ടായത് മുഴുവൻ ദുരന്തങ്ങളാണ്. കാരണം ഉപദ്രവിക്കുക, മദ്യമെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനും ഉപദ്രവം ഉണ്ടാകുക, അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ചിലപ്പോൾ അവർ സഹിച്ചിട്ടുണ്ടാകാം, സഹികെട്ടിട്ടാവാം. വ്യക്തമാണ്, ഇവിടെയൊക്കെ നല്ല പാടുണ്ട്, ഇവിടെയൊക്കെ ബ്ലഡ് അങ്ങനെ പാടുണ്ട്. അത്രമാത്രം ഉപദ്രവമൊക്കെ സഹിച്ച് എന്തിനു നിന്നു? അതെ, ഒന്നുകിൽ ഇവർ തമ്മിൽ നിയമപരമായിട്ട് വിവാഹിതരായിരിക്കണം. അതില്ല. ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണ് അത് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ 2 മാസമായി ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത്. പക്ഷേ ഈ പറയുന്ന ഉപദ്രവം കടുത്തതോടെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. നേരത്തെ ആൻസി പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ട് വേണമെങ്കിൽ ഇവർക്ക് നീങ്ങാമായിരുന്നു, പോലീസിനെ വിളിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഇയാളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖം പോലും മറന്നുകൊണ്ടാണ് ആ അമ്മ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. ആ കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള അവസ്ഥ എന്താ? നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പലരും ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇനി അങ്ങനെ ഒരു ഗതി ആ കുഞ്ഞുങ്ങൾക്ക് വരരുത്, അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് വരരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ വളരെ തീരെ കുഞ്ഞ് 3 പിള്ളേരാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇനി ഇതിനെ നേരിൽ കണ്ട ആ ഒരു മരണത്തെ ഇനി അവർ എങ്ങനെയാണ് ഓവർകം ചെയ്തു വരുന്നത് എന്നുള്ളൊക്കെ. സംഭവത്തില് വാർഡ് മെമ്പറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. അതായത്
1 മണിയോടെയാണ് സംഭവം അറിയുന്നതെന്നാണ് വാർഡ് മെമ്പർ പ്രതികരിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തെത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയാണ് ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു ഫയർഫോഴ്സ് വാഹനം എത്തിയാണ് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹം പുറത്തെടുത്തത്. ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. പഴക്കമുള്ള കിണറായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അർച്ചനയ്ക്ക് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണുള്ളത്. അർച്ചനയും അമ്മയും 3 കുട്ടികളെയും പരിചയമുണ്ട്. 5 വർഷം മുൻപാണ് ഇവരിവിടെ താമസം തുടങ്ങിയത്. 5 വർഷത്തെ പരിചയം വാർഡ് മെമ്പറിനുണ്ട്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്നലെ ഈ സംഭവം അറിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ശിവകൃഷ്ണൻ 2 മാസമായിട്ട് ഈ വീട്ടിലുണ്ട് എന്ന കാര്യം ഇവർ അറിയുന്നത്. ഈ വാർഡ് മെമ്പർ അടക്കമുള്ളവർ അറിയുന്നത്. നാട്ടുകാരും അതേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ കൈവരിയുടെ ബലക്കുറവാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് കൊട്ടാരക്കര ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വേണു പ്രതികരിച്ചത്. അതായത് ആ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നവരൊക്കെ പ്രതികരിച്ചത് കൈവരിയുടെ ബലക്കുറവ് അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ്. ശരീരത്തിൽ റോപ്പ് ഉണ്ടായിരുന്നു ഈ സോണിയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ വൈകിപ്പോയി. ഒരു വിധി മറ്റൊന്നായിരുന്നു. അപ്പോൾ ഈ കൊല്ലം കുണ്ടറ സ്റ്റേഷനിലെ യൂണിറ്റുകൾ എത്തിയാണ് അർച്ചനയും സുഹൃത്തിനെയും പുറത്തെടുത്തത്. പിന്നെ സോണിയുടെ തലയിലായിരുന്നു ഗുരുതര പരിക്ക് സംഭവിച്ചത്. തലയിലേക്ക് ഇഷ്ടിക കഷ്ണങ്ങൾ പതിച്ചാണ് അദ്ദേഹത്തിന് ആ ദാരുണാന്ത്യം സംഭവിച്ചത്. അപ്പോൾ അത്രയും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ കുടുംബം, അവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ, അത് അനിത പറഞ്ഞതുപോലെ തന്നെ ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് 2 കുടുംബങ്ങൾ അനാഥരായി. തീർച്ചയായിട്ടും ഇപ്പോഴും പറയാനുള്ളത്, ഇങ്ങനെ ഉപദ്രവം ഉണ്ടായ ആ ടൈമിൽ ഒരൊറ്റ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓർക്കുക, എല്ലാവരും അറിഞ്ഞിരിക്കുക. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു പേടിയോടെ നോക്കേണ്ട സ്ഥലം മാത്രമല്ല പോലീസ് സ്റ്റേഷൻ. ജനമൈത്രി പോലീസൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ജനമൈത്രി പോലീസൊക്കെ ഇവിടെ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വഴക്ക് അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോവില്ല. അപ്പോൾ വഴക്കുണ്ട്, ബഹളമുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഉടനെ തന്നെ പോലീസിനെ വിളിക്കുക. ഇപ്പോൾ പലരും അയ്യോ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഉറ്റവൻ പോലീസ് കൊണ്ടുപോയി എന്തായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് പലതും സഹിച്ച് നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് നല്ലതല്ലേ പോലീസ് എത്തി അവർ കൊണ്ടുപോയി വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചോളും. പിന്നീട് ആ ഉപദ്രവം തന്നെ ചിലപ്പോൾ നിൽക്കുന്നിരിക്കും. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു വിരട്ടിൽ ചിലപ്പോൾ നന്നാകുമായിരിക്കും, അല്ലെങ്കിൽ ആ അടിപിടി കൂടാതിരിക്കുമായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. ഇപ്പോൾ അർച്ചന ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെയാണ് 2 ജീവൻ കൂടി നഷ്ടമായിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ? അതെ.